പിന്നെ കുട്ടീസിനൊക്കെ സ്കൂൾ വിട്ട് വരുമ്പോൾ കൊടുക്കാൻ പറ്റിയ നല്ലൊരു 4 മണി പലഹാരം നോക്കിയാലോ. പഴവും റവയും വെച്ചിട്ടുള്ളതാണ്, നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോവാം. നമുക്കതിന് വേണ്ടിയിട്ട് 2 കട്ട വെള്ളം എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് അത് തിളപ്പിക്കാനായിട്ട് വെക്കാം, തിളപ്പിച്ച് മാറ്റി വയ്ക്കാം. അത് കഴിഞ്ഞിട്ട് 3 പഴം എടുത്തിട്ടുണ്ട്. അതിലൊരു പഴം നമുക്ക് മിക്സിയുടെ ജാറിൽ ഇട്ടിട്ട് നന്നായി അരച്ചെടുക്കാം. അരച്ചെടുക്കുമ്പോൾ ഞാൻ ശർക്കര പാനിയും കൂടെ ചേർത്തിട്ടാണ് അരച്ചത്. അരയുന്നില്ലെങ്കിൽ നമുക്ക് ശർക്കര പാനി തണുത്തതിന് ശേഷം അതും കൂടെ ചേർത്ത് അരയ്ക്കാം. എന്നിട്ട് ബാക്കി 2 പഴം ചെറുതായി കട്ട് ചെയ്തിട്ട് ഒരു ബൗളിലേക്ക് മാറ്റി വയ്ക്കാം. ഒരു പാനിലേക്ക് നെയ്യ് ഒഴിച്ചിട്ട് കുറച്ച് കശുവണ്ടി ഇട്ട് കൊടുത്തിട്ട് നന്നായി വഴറ്റിയെടുക്കാം. ഒരു ബ്രൗൺ കളർ ആവുന്നത് വരെ വഴറ്റിയിട്ട് അത് കഴിഞ്ഞിട്ട് നമുക്ക് കട്ട് ചെയ്ത് വെച്ച പഴം ഇട്ടിട്ട് നന്നായി മൂത്ത് വരുന്നവരെ വഴറ്റിയെടുക്കാം. ഒരു ബ്രൗൺ ഷെയ്ഡ് ആവുന്നവരെ വഴറ്റിയെടുക്കണം. ഇത് വഴറ്റി വരുമ്പോൾ ഒരു കട്ട പോലെയൊക്കെ ആവും, അതൊന്നും പ്രശ്നമില്ല. അത് തണുക്കാനായി മാറ്റി വയ്ക്കാം. പിന്നെ ഒരു ബൗളിലേക്ക് 1 കപ്പ് റവ എടുക്കുക. റവ എടുത്തിട്ട് നമ്മൾ അരച്ച് വെച്ച ഇതുണ്ടല്ലോ പഴത്തിൻ്റെ മിക്സ് അതിലൊഴിച്ചിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കാം. നമുക്ക് ലൂസാക്കുന്ന കൺസിസ്റ്റൻസി അനുസരിച്ച് നമുക്ക് ശർക്കര പാനി ഒഴിച്ചു കൊടുത്ത് ലൂസാക്കി എടുക്കാം. വെള്ളം ഒഴിക്കേണ്ട, ശർക്കര പാനി ഉണ്ടല്ലോ അത് മധുരത്തിന് ആവശ്യമായി ശർക്കര പാനി അതിൽ കുറച്ച് ഒഴിക്കുക. എനിക്ക് മുഴുവനും ആവശ്യം വന്നു കേട്ടോ, മധുരം ഇതാവാൻ മുഴുവനും ഞാൻ ഒഴിച്ചിരുന്നു. 1 കപ്പിൻ്റെ ശർക്കര പാനി മുഴുവനും ഒഴിച്ചിരുന്നു. എന്നിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് അതിലേക്ക് ഏലക്കയും പഞ്ചസാരയും കൂടെ പൊടിച്ച 1 ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്, പൊടിച്ചത്. അത് ഇട്ടിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് 10 മിനിറ്റ് നമുക്ക് അടച്ചു വെച്ച് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. 10 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കതെടുത്തിട്ട് അതിലേക്ക് 1/4 ടീസ്പൂണിലും പകുതി സോഡാപ്പൊടി ഇട്ട് കൊടുക്കാം. കുറച്ചിട്ട് കൊടുത്താൽ മതി. അത് മിക്സ് ചെയ്തിട്ട് അത് ഇട്ട് കൊടുത്തിട്ട് അത് നന്നായി മിക്സ് ചെയ്തെടുക്കണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് 1 കൈപ്പിടി അളവിൽ തേങ്ങ ഇട്ട് കൊടുക്കാം. 1 കൈപ്പിടി അളവിൽ ഇട്ട് കൊടുത്താൽ മതി. അതും കൂടെ ചേർത്തിട്ട് അത് മിക്സ് ചെയ്തെടുക്കാം. അത് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ വഴറ്റി വെച്ച ബനാന കാഷ്യൂൻ്റെ മിക്സ് ഉണ്ടല്ലോ അതും കൂടെ കുറച്ച് ഇതിലിട്ട് കൊടുക്കാം. എന്നിട്ട് അതും കൂടെ മിക്സ് ചെയ്തെടുത്തിട്ട് നമുക്ക് ഞാൻ 8 ഇഞ്ചിൻ്റെ കേക്ക് ടിന്നാണ് എടുത്തിരിക്കുന്നത്. അതിൽ നെയ്യൊക്കെ തടവി വെച്ചിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് ഒഴിച്ചിട്ട് അതൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. ലെവൽ ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ മറ്റേ ബനാനേൻ്റെയും കാഷ്യൂൻ്റെ മിക്സ് കുറച്ചായിട്ട് മേലെ എല്ലായിടത്തും ഇട്ട് കൊടുക്കാം. ഇങ്ങനെ എല്ലായിടത്തും ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഒരു ഇഡ്ഡലി പാത്രം അടുപ്പത്ത് വെച്ച് സ്റ്റീം ചെയ്യുന്ന ഏത് പാത്രം അടുപ്പത്ത് വെച്ചിട്ട് അത് വെള്ളം ഒഴിച്ച് തിളപ്പിക്കുക. എന്നിട്ട് അത് ഈ കേക്ക് ടിന്ന് അതിലേക്ക് ഇറക്കി വെച്ചിട്ട് ഒരു 20 മിനിറ്റ് സ്റ്റീം ചെയ്തെടുക്കാം നമുക്ക്. അത് 20 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അത് ശരിയായിട്ടുണ്ട്, വെന്ത് വന്നിട്ടുണ്ട്. നമുക്കതെടുത്ത് മാറ്റി വയ്ക്കാം. എന്നിട്ട് അത് ആ ചൂടോടെയല്ല, എന്നാലും കുറച്ച് തണുത്തിട്ട് അത് പ്ലേറ്റിലേക്ക് മാറ്റാം. ഞാൻ കട്ട് ചെയ്ത് കാണിക്കാം. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഇത് നല്ല സോഫ്റ്റും ഉണ്ടായിരുന്നു, നല്ല ചൂടും ഉണ്ട്. ഞാൻ ചൂടോടെയാണ് കട്ട് ചെയ്തത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ.